ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പല ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇനിയും സമയം വേണം എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇനിയും സമയം വേണം. ഇങ്ങനെ ഇത് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളോട് ഒരാളിങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാൻ പോകുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയൊക്കെ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ സാധാരണ റിലേഷൻഷിപ്പുകളിൽ ഇത്തരത്തിലൊരു വാക്ക് അവർ പറയുകയാണെങ്കിൽ, അതായത് എനിക്ക് ഇനിയും സമയം വേണം എന്നവർ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ചെന്ന് പറയുകയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അപ്പോൾ തിരിച്ച് നമ്മൾ ഇഷ്ടമാണ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് മിക്കവാറും അവർ പറയാൻ ചാൻസ് ഉള്ളത് എനിക്ക് കുറച്ചുകൂടി സമയം വേണം, ഒന്ന് ആലോചിക്കണം, ഇങ്ങനെയായിരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് ചിലപ്പോൾ നിങ്ങളെ അധികം പരിചയമില്ലാത്തത് കൊണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് അധികം അങ്ങോട്ട് അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഉള്ളത് കൊണ്ടുകൂടി ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ചിലർ കമ്മിറ്റഡ് ആവാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഇപ്പം അനുഭവിക്കുന്ന സ്ട്രഗിൾ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കും, അതായത് ഫാമിലി, ഇങ്ങനെ കുറേ കാരണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയാത്തത്. അതായത് ഇപ്പം ഇതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നൊരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടെങ്കിലും അവർ കമ്മിറ്റഡ് ആവാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇനിയും സമയം വേണം എന്നൊരു കാര്യം അവർ പറഞ്ഞു എന്ന് വരാം. ദെൻ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊരുപാട് കാര്യങ്ങൾക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠനം, അതല്ലെങ്കിൽ ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലി, അതല്ലെങ്കിൽ ഇപ്പോൾ അവർ കരിയറിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. അതേപോലെ തന്നെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കാം. ഇതിലേതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ആ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരിയറിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ സംഭവിച്ചാലോ എന്നെല്ലാം വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതിന് താല്പര്യമില്ലാന്നോ, അതല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരിക്കാം, അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കണോ, അതല്ലെങ്കിൽ ഞാൻ കരിയറിൽ എന്ത് ചെയ്യും, ഇങ്ങനൊരു കൺഫ്യൂഷനൊക്കെ വരുന്ന സമയത്തും ഈ പറയുന്നത് പോലെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നോ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും കുറച്ച് സമയം വേണം എന്നൊക്കെ അവർ പറയാം. അതായത് ഈ ഒരു റിക്വസ്റ്റ് അവർ വെക്കാം എന്നുള്ളതാണ്, കുറച്ച് സമയം തരൂ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു എന്നിരിക്കാം. അപ്പോൾ ഇവരും ലൈഫിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ അവർ സംസാരിച്ചു എന്ന് വരാം. ദെൻ നമ്മുടെ ലാസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് തോന്നലുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ അവർ പറയാം. അതായത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ഫാമിലിയെ ഒന്ന് സെറ്റിൽഡ് ആക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ് എന്ന് വിചാരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്, ഇതൊന്ന് ഫുൾഫിൽ ചെയ്യാനുണ്ട്, അപ്പോൾ അതിനുശേഷം മാത്രമാണ് റിലേഷൻഷിപ്പിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്നവരാണ് എന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ തന്നെ സമയം ചോദിച്ചു എന്ന് വരാം. അപ്പോൾ ഇത്തരത്തിൽ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് എന്ന് കരുതി അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത്രയും പ്രതിബന്ധതകൾ അവരുടെ ചുറ്റുമുള്ളത് കൊണ്ട് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയണമെന്ന് തോന്നുന്നതോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളോട് അങ്ങനെ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഇനിയും സമയം വേണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എത്ര സമയമാണ് വേണ്ടത് എന്നുള്ളത്, അതായത് എത്ര വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അവരോട് ചോദിക്കുക. അതേപോലെ തന്നെ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, അതായത് എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് അവർക്കുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അവരോട് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ തീരുന്നതാണ് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് എന്ന് പറയുന്നത്. സോ അതൊക്കെ നിങ്ങൾ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിൽ അവർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്